ഒരു വെബ്സൈറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കമ്പനിക്ക് എപ്പോഴെങ്കിലും ഒരു സെയിൽ നഷ്ടമാവുകയോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് മിസ്സാവുകയോ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ആ ഒരു പ്രശ്നം ഇനി നിങ്ങൾക്ക് ഉണ്ടാവരുത്. വളരെ ഈസി ആയിട്ട് ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 4 സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള ഏതെങ്കിലും ഒരു AI ടൂൾ നമ്മൾ ഓപ്പൺ ആക്കാം. എന്നിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഒരു ചാറ്റിൽ ഫീഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഏതൊക്കെ കസ്റ്റമേഴ്സിനെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, സർവീസുകൾ എന്താണ്, ഇനി പ്രോഡക്റ്റ്സ് ആണ് സെൽ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും ആ വെബ്സൈറ്റിന് കളർ പ്രിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏത് കളേഴ്സ് യൂസ് ചെയ്യണം, നിങ്ങളുടെ ലോഗോ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങി എല്ലാ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഡീറ്റെയിൽസ് നിങ്ങളിവിടെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഈ ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വെബ്സൈറ്റിനുള്ള ഒരു കോണ്ടന്റ് പ്ലാനും അതുപോലെ തന്നെ സ്ട്രക്ചറും സെയിൽസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രോംപ്റ്റ് കൊടുക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്കിവിടെ ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്ത് തരും. സോ ഈ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു കോണ്ടന്റിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയ ശേഷം ഇതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് ആക്കി മാറ്റാം. ലവബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. സോ അതിനുള്ള ഒരു പ്രോംപ്റ്റ് നമ്മൾ ഈ ഒരു ചാറ്റ് ജി പി ടിയുടെ അകത്ത് നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം, അതല്ലെങ്കിൽ കളേഴ്സ് അതുപോലെ തന്നെ തീമിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ ഒരു ചേഞ്ചസ് വരുത്താം. ഇനി അതെല്ലാം നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പോൾ ലവബിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് നമുക്ക് ഇവിടെ ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ കോപ്പി ചെയ്യാം. ദെൻ lovable.dev എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രോംപ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, നേരെ ലവബിൾ ഓപ്പൺ ചെയ്യുന്നു. lovable.dev എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ പോയ ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോംപ്റ്റ് ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമുക്കിവിടെ ലവബിൾ ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ച് ഒരു വെബ്സൈറ്റ് ഇവിടെ ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാം. ഡിസൈൻസിലോ അല്ലെങ്കിൽ അഡീഷണൽ ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ ഇമേജസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്താൽ മതി. ഇനി എന്തൊക്കെ ചേഞ്ചസ് വരുത്തണോ അതെല്ലാം നമുക്ക് ഇവിടെ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലവബിൾ നമുക്ക് ഒരു ദിവസം 5 ക്രെഡിറ്റ്സ് ആണ് ഫ്രീ ആയിട്ട് തരുന്നത്. സോ അത് നിങ്ങൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവരുടെ പെയ്ഡ് പ്ലാൻ എടുക്കണം, അതല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസത്തേക്ക് വെയിറ്റ് ചെയ്യണം. സോ ഞാനിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഓക്കെയാണ്. ദെൻ ഇനി എനിക്ക് ചെയ്യേണ്ടത് എന്താ ചോദിച്ചാൽ ഈ ഒരു വെബ്സൈറ്റിനെ പബ്ലിഷ് ചെയ്യണം. ഇവിടെ നമുക്ക് പബ്ലിഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇതും നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലവബിളിൻ്റെ പ്രീമിയം എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മൾ വെർസൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ആദ്യം ഈ ഒരു പ്രൊജക്റ്റിനെ ഗിറ്റ്ഹബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റണം. ഇവിടെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു കണക്ട് ഗിറ്റ്ഹബ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണക്ട് ഗിറ്റ്ഹബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആവും. ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗിറ്റ്ഹബ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ നിങ്ങൾക്ക് അക്കൗണ്ട് ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ആ ഒരു സൈനപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കിട്ടും. വൺസ് ഈ ഒരു ഇൻ്റർഫേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ജസ്റ്റ് കണക്ട്. സോ വൺസ് ഈ ഒരു കണക്ഷൻ ഗിറ്റ്ഹബ് ആയിട്ടുള്ള ഒരു കണക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഗിറ്റ്ഹബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആവും. സോ ഇവിടെ നമുക്കിത് ആഡ് ചെയ്യാനുള്ള ലിങ്കും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ വൺസ് ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇതിന് പെയ്ഡായിട്ടും അല്ലാതെയും അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ വെർസൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇവിടെ നമ്മൾ ഈ ഒരു versal.com എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം ഇവിടെ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ വെർസൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും അവൈലബിൾ ആവുന്നുണ്ടാവുക. ഇവിടെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ആഡ് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ വൺസ് ഈ ഒരു പ്രൊജക്റ്റ് ആഡ് ചെയ്യാനുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഗിറ്റബിലേക്ക് നമ്മളൊരു കോഡ് പുഷ് ചെയ്തിരുന്നല്ലോ, അത് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തത് കൊണ്ടാണ് എനിക്കിവിടെ അവൈലബിൾ ആവുന്നത്. നിങ്ങൾക്കിവിടെ ഗിറ്റബ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. സോ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗിറ്റബിൻ്റെ ആ ഒരു അക്കൗണ്ട് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗിറ്റബിൽ വന്നിട്ടുള്ള മുഴുവൻ പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആവും. സോ ഈ ഒരു ഇവിടെ അവൈലബിൾ ആയ ഈ ഒരു പ്രോജക്റ്റിൽ നിന്നും ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആവും. ജസ്റ്റ് ഇതിൽ ഡിപ്ലോയ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വൺസ് ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് 1 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് എന്തായി പബ്ലിക്കായിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഇവിടെ വെർസലിൽ ഡിപ്ലോയ് ആയി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഒരു ഡൊമൈൻ ആഡ് ചെയ്യാന്നുള്ളതാണ്. സോ എൻ്റെ വെബ്സൈറ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ പേരിൽ ഞാനൊരു ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്കിവിടെ കണക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഒരു ഡൊമൈൻ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വെർസലിൽ നിന്ന് തന്നെ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് ഗോഡാഡിയോ ഹോസ്റ്റിംഗർ പോലെയുള്ള ഏത് പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. സോ ഞാനിവിടെ ഓൾറെഡി ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്ത് വെച്ചത് കൊണ്ട് ഞാനിവിടെ ആഡ് എക്സിസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഡൊമൈൻ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഞാനിവിടെ ഡൊമൈൻ ഇവിടെ കൊടുക്കുന്നു. ദെൻ ഇവിടെ ഓക്കെ ഈ ഒരു ഓപ്ഷനിൽ പ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു കറൻ്റ്ലി ഈ ഒരു ഡൊമൈൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സോ ഇതിന് നമുക്ക് 1-2 വർക്കുകളോട് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് റെക്കോർഡ് എന്ത് ചെയ്യണം, ഈ ഒരു ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള DNS റെക്കോർഡ് നമ്മുടെ ഡൊമൈനിൽ നമുക്ക് ആഡ് ചെയ്യണം. സോ ഞാനിവിടെ കറൻ്റ്ലി ഞാൻ ഹോസ്റ്റിംഗറിലാണ് എൻ്റെ ഈ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ പർച്ചേസ് ചെയ്ത ഡൊമൈൻസിൻ്റെ ഡൊമൈൻ പോർട്ട്ഫോളിയോ എടുക്കാം. സെയിം രീതിയിൽ നിങ്ങൾ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് ഗോഡാഡി പോലെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ ഗോഡാഡി നിങ്ങൾ ലോഗിൻ ചെയ്യാം. ഇവിടെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡൊമൈൻ ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു മാനേജ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DNS ആൻഡ് നെയിം സെർവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആവും. ഇവിടെ നമുക്ക് കുറച്ച് DNS റെക്കോർഡ് ആഡ് ചെയ്യാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്കിവിടെ വെർസലിൽ ഒരു DNS റെക്കോർഡ് ഇവിടെ DNS വാല്യൂ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. നേരെ ഇവിടെ ടൈപ്പ് ചെയ്യുക points2 ഈ ഒരു നേരത്തെ കിട്ടിയ ആ ഒരു റെക്കോർഡ് നമ്മളിവിടെ ആഡ് ചെയ്തു. കൺഫേം കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് മറ്റൊരു റെക്കോർഡ് കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാനുണ്ടാവും. അതും നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത ശേഷം ഇവിടെ ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഒരു CNAME റെക്കോർഡാണ്. അത് നമ്മളിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ CNAME ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ വെർസലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു DNS റെക്കോർഡ് നമ്മൾ വൺസ് അവിടെ നമ്മുടെ ഡൊമൈനിൽ ആഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, ഇവിടെ ഒരു ഇൻവാലിഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് മാറിയ ശേഷം കണക്റ്റഡ് ആവും. ദെൻ വൺസ് അത് റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡൊമൈനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സാധിക്കും. സോ വളരെ ഈസി ആയിട്ട് വെറും 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓൺലൈൻ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, എടുക്കാൻ പറ്റി. സോ വളരെ ഈസിയാണ്. 2026 ആയിട്ട് ഇത്രയും ടെക്നോളജീസ് ഉണ്ടായിട്ടും ഇനി ഒരു വെബ്സൈറ്റ് ഇല്ലാത്തത് കാരണം നിങ്ങളുടെ ഒരു സെയിൽസും മുടങ്ങാൻ പാടില്ല. നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.